ഇപ്പോൾ എക്സൈസ് മന്ത്രി എം ലിജു മാധ്യമങ്ങളോട് സംസാരിക്കുന്നു. തത്സമയം ട്രാവൻകൂർ ഷുഗേഴ്സിൽ ഉൽപാദനം നിന്നു തുടങ്ങി. അതായത് ഈ ജവാന്റെ 2 തരം കുപ്പികളാണ് സംസ്ഥാനത്തുള്ളത്. ഒന്ന് 750 ml, 2 1000 ml. ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നതിന് ഏപ്രിൽ 20 തന്നെ 750 ml പ്രൊഡക്ഷൻ നിലച്ചു. അതിന്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ അതിന് 3 മാസം മുമ്പ് തന്നെ ഈ ജവാനിൽ 750 ml കുപ്പികൾ നൽകുന്ന ടെൻഡർ കാലാവധി അവസാനിച്ചിരുന്നു. അതിന് 3 മാസം എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തിട്ടും വീണ്ടും അതിൽ ആവശ്യമായ ടെൻഡർ രേഖകൾ സബ്മിറ്റ് ചെയ്യാതിരിക്കുന്ന നിമിത്തം 750 ml കുപ്പികൾ ലഭിച്ചിരുന്നില്ല. അപ്പോൾ അന്ന് മുതൽ ഏപ്രിൽ 20 മുതൽ ഇന്നോട്ട് 750 ml പ്രൊഡക്ഷൻ നടന്നില്ല. പിന്നീട് ജൂൺ മാസം 11-ാം തീയതി 1000 ml ബന്ധപ്പെട്ട് കുപ്പികളുടെ ചെറിയ ഷോർട്ടേജ് ഉണ്ട്. അതല്ല യഥാർത്ഥ പ്രശ്നം. കാർട്ടൺ ബോക്സുകളുടെ ലഭ്യതക്കുറവ്, അതുകൂടാതെ സ്റ്റിക്കറുകളുടെ നിർമ്മാണം ഉണ്ടായില്ല. അപ്പോൾ ഇത് കാരണം 1000 ml പ്രൊഡക്ഷൻ നിലച്ചു. യഥാർത്ഥത്തിൽ ബെവ്കോ ഇതിനെ ചുമതല വഹിക്കുന്ന ബെവ്കോ മാനേജ്മെന്റോ പിന്നെ ട്രാവൻകൂർ ഷുഗേഴ്സിന്റെ മാനേജ്മെന്റോ ഗവൺമെന്റിനെ ഈ കാര്യം അറിയിച്ചിരുന്നില്ല. അപ്പോൾ ഈ വിവരം ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ വളരെ അടിയന്തരമായ മീറ്റിംഗ് വിളിച്ചു ചേർത്തിരുന്നു. ഇതുമൂലം ഉണ്ടായ സാമ്പത്തിക നഷ്ടം കണക്ക് കൂട്ടി കുറ്റക്കാർക്കെതിരെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാൻ ടാക്സ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ ഉൽപ്പാദനം പുനരാരംഭിക്കാൻ ആവശ്യമായ അടിയന്തര നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. കാരണം ഇപ്പോൾ ടെൻഡർ എന്ന് പറഞ്ഞ് 7 ദിവസം കഴിഞ്ഞ് മാത്രമേ ഈ ടെൻഡർ നടപടികൾ പൂർത്തീകരിക്കപ്പെടുന്നുള്ളൂ. അപ്പോൾ ടെൻഡർ പൂർത്തീകരിക്കുന്നതിന് മുമ്പ് തന്നെ ഉൽപ്പാദനം ആരംഭിക്കുവാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ മാനേജ്മെന്റിന് ബെവ്കോ മാനേജ്മെന്റിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിന്റെ നടപടികൾ പുരോഗമിക്കുന്നു എന്നാണ് മനസ്സിലാവുന്നത്. കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ മിന്നൽ മാജിക് എന്നൊരു ബ്രാൻഡ് പ്രഖ്യാപിച്ചിരുന്നു. അപ്പോൾ അതിനുവേണ്ടി ചിറ്റൂരിൽ മലബാർ ഡിസ്റ്റിലറീസിൽ എനിക്ക് മനസ്സിലായിട്ട് ആ ഫയൽ പരിശോധിച്ചപ്പോൾ 17 കോടി രൂപയുടെ ഉപകരണങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. അതിന്റെ 2 കൺവെയർ ബെൽറ്റുകളും ശരിയായി എന്നാണ് മനസ്സിലാവുന്നത്. പക്ഷെ അത് ഉൽപ്പാദിപ്പിക്കണോ വേണ്ടയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലാണോ അതിന്റെ കാര്യം എന്നുള്ളൊരു നയപരമായ തീരുമാനമാണ്. ആ വിഷയത്തിൽ തീരുമാനം എടുത്തിട്ടില്ല. അത് കൂടിയാലോചനയ്ക്ക് ശേഷം ആ വിഷയത്തിൽ തീരുമാനം പ്രഖ്യാപിക്കും. അല്ല, ഞാനതാ പറഞ്ഞത്, ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെന്നുള്ള വിവരം ഞാൻ പറഞ്ഞതാണ്. കഴിഞ്ഞ ഗവൺമെന്റ് സമയത്ത് തന്നെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഉൽപ്പാദനത്തിന് ആവശ്യമായ ടെൻഡറോ മറ്റു കാര്യങ്ങളോ സ്വീകരിച്ചിട്ടില്ല. അവിടെ വേണ്ടത് ആൽക്കഹോളിക് കാര്യങ്ങളുണ്ട്, മറ്റ് ഉൽപ്പന്നങ്ങൾ വേണം, ഫ്ലേവേഴ്സ് കാര്യങ്ങൾ, ഇതൊന്നും തന്നെ ടെൻഡർ വിളിച്ചിട്ടില്ല. അതൊരു നയപരമായ തീരുമാനമായതുകൊണ്ട് തന്നെ അത് ആലോചിച്ച് തീരുമാനിക്കും ഗവൺമെന്റ് തലത്തിൽ. ഓക്കെ. ജവാൻ മദ്യത്തിന് ലഭ്യതക്കുറവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ എം ലിജു മാധ്യമങ്ങളോട് സംസാരിച്ചത്. 750 ml നിർമ്മാണം UDF സർക്കാർ വരും മുന്നേ നിലച്ചതാണ്. പിന്നീട് 1000 ml നിർമ്മാണവും നിലച്ചു. പാക്കിംഗ് വസ്തുക്കളുടെ ലഭ്യതക്കുറവാണ് ഇതിന് കാരണം തുടങ്ങിയ കാര്യങ്ങളാണ് ഇപ്പോൾ എക്സൈസ് മന്ത്രി വിശദീകരിച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.